ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? സോ ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യാം. സോ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്. സോ അധികം അഗ്രസീവായിട്ടുള്ള പൊസിഷൻസൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ശനി ഞായറും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ? അപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ്. S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് സ്ലൈറ്റ്ലി പോസിറ്റിവിറ്റി ന്യൂട്രൽ എന്ന രീതിയിലാണ്. യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ ട്രേഡിംഗ് പൊസിഷൻ നോക്കുവാണെങ്കിൽ ഓക്കെ, പോസിറ്റീവാണ്. എന്നാൽ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്കവിടെ കാണാനും കഴിയുന്നില്ല. ഗിഫ്റ്റ് നിഫ്റ്റി ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഓൾ ആർ ട്രേഡിംഗ് ഇൻ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, അല്ലേ? ജാപ്പനീസ് മാർക്കറ്റ്സും ഹാങ്സോങ് തായ്വാൻ വൈറ്റഡ് എല്ലാം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിലാണ് നിൽക്കുന്നത്. മേ ബി നമുക്ക് ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡ് ഇങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നമുക്കും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലേക്ക് മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ വിലയിരുത്തിയാൽ മതി. സോ ഇന്നലെ നിഫ്റ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഒരു ലിക്വിഡിറ്റി ഹണ്ടിന് ശേഷം മാർക്കറ്റ് ലോവർ ലെവൽസിലേക്ക് തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. ആൻഡ് ഇന്നലത്തെ ആ ലെവൽസ് നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു 24,000 എന്ന് പറയുന്ന ഈ ഒരു ലെവൽസിലേക്ക് ഒരു ഡിമാൻഡായിട്ട് കീപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ആൻഡ് അവിടെ നിന്നും ബ്രൗൺ സൈഡ് വരികയാണെങ്കിൽ 23,890 എന്ന് പറയുന്ന ഈ സോൺസിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു 23,458 എന്ന് പറയുന്ന ഈ ഒരു സോണിലേക്കും അല്ലെങ്കിൽ 23,160 എന്നുള്ള സോണിലേക്കും മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അഗ്രസീവ് പൊസിഷൻസ് എടുക്കാതെ മാർക്കറ്റ് എങ്ങനെയാണോ പ്ലേ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ നമുക്ക് തയ്യാറാക്കുന്നതായിരിക്കും ബെറ്റർ. എന്തായാലും മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഓപ്പണിങ്ങിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോക്സിൻ്റെ പേരിൽ ഇന്ന് ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കുറച്ച് റിസൾട്ടുകൾ വരുന്നുണ്ട്. ഏപ്രിൽ 18 HDFC ബാങ്ക്, ICICI ബാങ്ക്, ഭാരത് കോക്കിംഗ് കോൾ, നെറ്റ്വർക്ക് 18 ആൻഡ് സൂര്യചക്ര പവർ കോർപ്പറേഷൻ ഇങ്ങനെ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ 18 വരുന്നുണ്ട്. സോ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവർ അതിനനുസരിച്ച് മാത്രം പൊസിഷൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ, വിപ്രോയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പ്രോഫിറ്റിന് സ്ലൈറ്റ്ലി ഒരു കുറവ് വന്നിട്ടുണ്ട്. ബട്ട് റവന്യൂ ഗ്രോത്ത് ഉണ്ട്. IT സർവീസ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോളർ IT സർവീസ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ മാർജിൻ ഡിക്ലൈൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ബൈബാക്ക് വിപ്രോയുടെ ബോർഡ് ഒരു 60 കോടി ഷെയർസ് മോസ്റ്റ്ലി 15,000 crore വയ ടെൻഡർ ഓഫർ ബൈബാക്കിനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രീമിയം ഇൻക്രീസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നെറ്റ് കമ്മീഷൻ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ വൺ പ്രോഫിറ്റ് സോഴ്സ് ആൻഡ് റവന്യൂ സോഴ്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വാറി റിന്യൂവബിൾ ടെക്നോളജീസിന്റെ പ്രോഫിറ്റ് 66% ഗ്രോ ചെയ്തിട്ടുള്ളത്. 93 കോടിയിൽ നിന്ന് 155 കോടിയിലേക്ക് ഗ്രോ ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും നല്ല ന്യൂസസ് നിലവിലുണ്ട്. VST ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു റവന്യൂ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 53 കോടിയിൽ നിന്ന് 116 കോടിയിലേക്ക് VST ഇൻഡസ്ട്രീസിൻ്റെത് ഗ്രോ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ റെയിൽ വികാസ് നിഗം എന്ന് പറയുന്ന കമ്പനി ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ദ 3rd and 4th ലൈൻസ് ബിറ്റ്വീൻ നിർഗുണ്ടി ആൻഡ് ബറാങ്കിൻ്റെ ബിറ്റ്വീനുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട്. 967 കോടിയാണ് അതിൻ്റെ മോസ്റ്റ്ലി ഉള്ളൊരു വാല്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പം ഞാനിന്ന് എന്തായാലും ഒന്ന് റിസൾട്ട് വന്ന സ്ഥിതിക്ക് കുറച്ച് സ്റ്റോക്സ് പരിശോധിക്കുന്നതിലെ കൂട്ടത്തിൽ ഏഞ്ചൽ വൺ എന്തായാലും ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഞ്ചൽ വണ്ണിനെ കുറേ കാലമായിട്ട് ട്രേഡൊക്കെ ചെയ്തിട്ട്. സോ ഏഞ്ചൽ വൺ ഞാൻ എന്തായാലും ഇന്നൊന്ന് വാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ 292 കോടി 92 രൂപയാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു വീക്ക്ലി നോക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്ട്രക്ചർ ഏഞ്ചൽ വണ്ണിലുണ്ട്. സോ ഏഞ്ചൽ വൺ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചൊക്കെയാണ്. ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഏഞ്ചൽ വൺ എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്. ഒരു നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഏഞ്ചൽ വണ്ണിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഏഞ്ചൽ വണ്ണിൽ തരുന്നതെങ്കിൽ ഞാൻ എന്തായാലും അവോയ്ഡ് ചെയ്യും. എന്തായാലും ഒരു പുൾ ബാക്ക് എൻട്രീസ് മാത്രമായിരിക്കും ഞാൻ ഇങ്ങനത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്ന കമ്പനികളിൽ നോക്കുക. അപ്പോൾ സ്ട്രക്ചറലി അത്യാവശ്യം നല്ലൊരു പൊസിഷനിലാണ് ഏഞ്ചൽ വൺ നിൽക്കുന്നത്. സോ ഏഞ്ചൽ വണ്ണ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. ശേഷം ഞാൻ നോക്കുന്ന കമ്പനി എന്ന് പറയുന്നത് VST ഇൻഡസ്ട്രീസ് ഒന്ന് നോക്കണമെന്നുണ്ട്. VST ഇൻഡസ്ട്രീസ് എന്താണ് നടക്കണതെന്ന് നോക്കാം. അപ്പം ഒരു ഡിമാൻഡ് ഏരിയയിൽ നിൽക്കുകയായിട്ടാണ് എനിക്ക് തോന്നുന്നത് VST ഇൻഡസ്ട്രീസ്. അപ്പോൾ VST ഇൻഡസ്ട്രീസ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിലിടാം. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ തരുന്ന സ്ഥിതിക്ക് അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഫ്യൂച്ചർ ഡേയ്സിൽ കാണാൻ പോസിബിലിറ്റി ഉണ്ട്.
നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 241 റേഞ്ചിലാണ്. അപ്പോൾ നമുക്ക് VST ഇൻഡസ്ട്രീസ് നമുക്ക് എന്തായാലും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മാക്സിമം പേര് ജോയിൻ ചെയ്യുക. അപ്പം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറ്റുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എന്തായാലും ഇതൊന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പം വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റെല്ലാം വളരെ ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.